അപ്പൊ വത്സല പഠിപ്പ് നിർത്തി. വീട്ടിലിപ്പോ ആരാ ഉള്ളത്? കുസുമ. ആ കുട്ടിയെ കൊണ്ട് കേട്ട എന്തൊക്കെയാ ചാക്കപ്പ? ഡോക്ടർ ഉണ്ടോ ആ ഭാഗത്ത്? ആ ഉണ്ട് ഉണ്ട്. ഞാൻ ഡോക്ടറെ ഒന്ന് പ്രത്യേകം കണ്ടിട്ട് വരാം. വല്ല വിടക്ക് മരുന്ന് എടുത്ത് കുത്തിവെച്ച് കളയരുതല്ലോ. നമുക്കിപ്പോ എന്താ വേണ്ടേ? ആദ്യത്തിന് തന്നെ പിടിക്കണം, അത്രല്ലേ ഉള്ളൂ. അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. വിളിക്കാം. ബാക്കിയുള്ളവന് വല്ലതും 2 ചില്ലാനം തടയണ കേസാ ഈ കോഴിത്തമ്പരെ ആട്ടി തെളിച്ചുകൊണ്ട് വന്ന് ഇല്ലാണ്ടാക്കണേ. അങ്ങോട്ട് എഴുന്നള്ളി പ്രത്യേകമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പശുവിന് ജന പിടിക്കില്ലല്ലോ. ഈ തമ്പുരാന് നാണമുണ്ടോ ചാക്കപ്പ? ഈ കണ്ട നായന്മാരുടെ തിണ്ണതരങ്ങ് എന്തോ ഒരു നല്ല കോലോത്തയ. അവിടെ ഇങ്ങനെ ഒരു വിത്ത് പറന്നൂലോ. ശിവ ശിവ, തെണ്ടി നടന്ന് വില കളയാൻ. വില കളഞ്ഞ അതിനുള്ള ഗുണമുണ്ട്. മെനക്കെടാൻ കോഴിത്തമ്പരാന് സമയമുണ്ട്. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ തമ്പരാൻ ഏത് തിണ്ണയും നിരങ്ങും. ഇപ്പൊ തന്നെ എന്താ കണ്ടത്? പശുവിനെ കൊണ്ടുവന്നതാ. ഇത് നാരായണമ്മ. പശു അതാ. ചാക്കപ്പ, ആ പശുവിന് ഒരു ജേഴ്സി ബ്രീഡ് കൊടുത്തേക്കും. ഓ, ഈ നിസ്സാര കാര്യത്തിന് തമ്പുരാൻ തന്നെ വരേണ്ടിയിരുന്നു. ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ പോരായിരുന്നു. ഞാൻ വേണ്ടത് ചെയ്യില്ലേ? അത് മേനൊരു മോസൂരി പറഞ്ഞതാ. നേരിട്ട് വന്ന് പറയണതും ആളെ പറഞ്ഞേക്കുന്നതും തമ്മിൽ വ്യത്യാസം വേണ്ടി വരുമോ? അപ്പൊ വൈകിട്ട് കാണാം. ഞാൻ മുകുന്ദമ്മേനോട് നേരിട്ട് പോയി പറഞ്ഞത് ആ മാപ്പിളക്ക് ഇഷ്ടമായില്ല. ഓ പിന്നെ അവന്റെ ഇഷ്ടമല്ലേ ഇവിടെ നോക്കുക. ഇപ്പൊ നാരായണീയമ്മയുടെ കാര്യമാണെന്ന് വെച്ചാ എനിക്ക് ഉപേക്ഷ വിചാരിക്കാൻ പറ്റുമോ? ഓ ആ നവരാത്രിയാ പറഞ്ഞേ. പരിപാടികളുടെ ഈ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുക. നൃത്തവും പാട്ടും കൂത്തും. ഞാൻ ചെന്നില്ല വെച്ചാൽ കുട്ടികൾക്കൊരു ഉഷാറാവില്ല. പിന്നെന്താ ചെയ്യാ, കുട്ടികളുടെയും കലയുടെയും കാര്യമായി പോയില്ലേ. അപ്പൊ ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം കൊണ്ട് വരാം.